ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നല്ല പെർഫെക്റ്റായിട്ട് പ്രൊഫഷണൽ സ്റ്റൈലിൽ കുഷ്യൻസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് മാത്രമേ നമുക്ക് വേണ്ടൂ. അപ്പോൾ ഈ പീസിൻ്റെ ഒരു അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടാകുമ്പോൾ കുഷ്യൻ്റെ സൈസ് അതിനെക്കാട്ടി 1 ഇഞ്ച് എല്ലാ സൈഡിലും കൂടുതലായിട്ടുള്ളൊരു കാർഡ്ബോർഡ് വേണം എടുക്കാൻ. ഇനി നമ്മൾ തുണി രണ്ടായി മടക്കി വെച്ച ശേഷം ഇതുപോലെ ആ കാർഡ്ബോർഡ് ഏറ്റവും അറ്റത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു കാർഡ്ബോർഡിന് കണക്കായിട്ട് കൃത്യമായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും കട്ട് ചെയ്തെടുക്കണം. ഇനി അതേപോലെ തൊട്ടിപ്പുറത്തേക്ക് ഈ കാർഡ്ബോർഡ് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഓരോ സമയം ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഇതിൽ നിന്ന് 3 പീസോളം 2 ലെയറായിട്ടുള്ള 3 പീസോളം ഇതുപോലത്തെ സ്ക്വയർ തുണി കിട്ടും. അപ്പോൾ ഇത് തന്നെയാണ് ഈ കുഷ്യൻ്റെ കറക്റ്റായിട്ടുള്ള അളവ്. അപ്പോൾ നമുക്ക് തെറ്റാണ്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഈ ഒരു സൈഡ് കട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് 3 കുഷ്യൻസിനുള്ള തുണി കിട്ടി. അപ്പോൾ ഇനി അടുത്ത പാർട്ടിൽ ഇപ്പോൾ കണ്ട ഇത് 2 ലെയറായിട്ടുള്ള 3 കുഷ്യൻ്റെ ക്ലോത്ത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ അടുത്ത പീസും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് കുറേ ബൾക്കായിട്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പത്തിൽ പറ്റും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട്. അപ്പം നമുക്ക് ഇതൊരു നല്ല വരുമാന മാർഗവും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ ബൾക്കായി ചെയ്യാൻ ഈ ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കോട്ടൻ്റെ ഒരു ക്ലോത്താണ്. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു അളവിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ആ ഒരു കുഷ്യൻ്റെ സെയിം അളവ് തന്നെ ഞാനത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അളവ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മളെ അളവിലേക്ക് കട്ട് ചെയ്തെടുക്കണം. ഒരു സ്റ്റാൻഡേർഡ് സൈസായിട്ട് അധികം ചെറുതും വലുതാതൊക്കെ നമ്മളിഷ്ടമാണ് എങ്ങനെ വേണമെന്ന്. അപ്പോൾ ഞാൻ എന്തളവാണോ ആ കാർഡ്ബോർഡിന് എടുത്തിട്ടുള്ള ആ സെയിം അളവ് തന്നെയാണ് ഈ ഒരു കുഷ്യനും എടുക്കുന്നത്. നമ്മളിത് തുറന്ന് വെച്ചതിന് ശേഷം നടുക്കുന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് 2 കുഷ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് 2 കുഷ്യനായി മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലത്തെ ഒരു പീസ് എടുത്തു. ആ ഒരു പീസ് നമ്മൾ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ബാക്കി 3 സൈഡുമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. മറ്റൊരു സൈഡിൽ ഓൾറെഡി കട്ടില്ല, അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പും കൂടി വിടണം കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഞാൻ വിട്ടിട്ടുണ്ട്. ആ ഗ്യാപ്പിലേക്കാണ് നമ്മൾ ഇത് നിറച്ച് കൊടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഒരു സിസർ വെച്ചിട്ട് അതിൻ്റെ കോർണേഴ്സൊക്കെ നല്ല ഷാർപ്പായിട്ട് ആക്കിയെടുക്കുക. ആ ഒരു സ്ക്വയർ ഷേപ്പ് അതിനാക്കിയെടുത്തതിന് ശേഷം നമുക്കതിൽ ഇത് നിറച്ച് കൊടുക്കാം. അപ്പോൾ എന്ത് വേണ്ടിക്ക് നിറയ്ക്കുക കേട്ടോ. പഴയ തുണിയാണെങ്കിൽ അങ്ങനെ, അല്ലെ ഈ സാധനം കിട്ടുന്നുണ്ടെങ്കിൽ അത് നിറച്ച് കൊടുക്കാം. അപ്പം ഞാനിതിപ്പോൾ ഇവിടെ ഉള്ളത് വെച്ചിട്ട് നിറയ്ക്കുന്നുണ്ട്. പിന്നെ നിറച്ച് നല്ല ഒരു സ്റ്റഫ് ചെയ്ത് വെക്കണം. അധികം താണു പോകാൻ പാടില്ല, കുറച്ച് നല്ലോണം സ്റ്റഫ് ചെയ്തിട്ട് തന്നെ വെക്കണം. അപ്പോൾ അതുപോലെ നമ്മൾ സ്റ്റഫ് ചെയ്തതിന് ശേഷം ആ ഭാഗം ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് ഒന്നിക്ക് നിങ്ങൾക്ക് സൂചി നൂലും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ. അങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിനി അതിൻ്റെ അകത്തൊരു ഇപ്പോൾ കവർ എടുക്കുക. നമ്മളൊരു 2 ലെയർ എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കുക. അതിന് ശേഷം ഒന്ന് മാറ്റി വെച്ചിട്ട് ആ ഒന്നിൽ നമ്മൾ സിസർ വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് ഈ ഒരു സ്ഥലത്ത് മൊത്തമായിട്ട് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ എന്തിനാണിത് 2 ലെയറാക്കി വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്കിത് വാഷ് ചെയ്യണ്ടെങ്കിൽ ഔട്ടർ ക്ലോത്ത് മാത്രം എടുത്ത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ബെഡിലൊക്കെ വെക്കുന്നതാണെങ്കിൽ അപ്പോൾ ഒരു സിപ്പ് സെയിം കളർ സിപ്പ് വാങ്ങിയിട്ട് ഇതുപോലെ അതിനെ ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സിപ്പ് തുറന്ന് വെച്ചിട്ട് ശേഷം തുറന്ന് വെച്ചാലും കുഴപ്പമില്ല, അടച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിതേ കാണുന്നത് പോലെ വെച്ചിട്ട് തുണി തിരിച്ച് വെക്കുക സിബിൻ്റെ മുകളിൽ റൈറ്റ് സൈഡിൽ. എന്നിട്ട് അവിടെ ആ സിബോർഡ് ചേർത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അതുപോലെ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വെച്ചിട്ട് അവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സിബ് തുറന്നിട്ടൊക്കെ നോക്കുക. അപ്പോൾ സൈഡിലൊന്ന് കണക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, സിബ് ഇളകി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ ആ ബേസിൻ്റെ ക്ലോത്ത് ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ 2 സൈഡിലും നല്ല വശം കാണുന്ന രീതിയിൽ എടുത്ത് വെക്കുക. ഇനി ആ സ്ക്വയർ കംപ്ലീറ്റ് ആയിട്ട് അടിക്കുക. ആ സ്ക്വയർ 4 സൈഡും സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, 4 സൈഡും ഫുള്ളായി സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അതിന് ശേഷം നമ്മൾ എക്സസൈസ് വരുന്ന ആ ഒരു കട്ട് സ്റ്റിച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അപ്പുറത്തെ സൈഡിൽ എക്സസൈസ് വരുന്നതിൽ ഇതുപോലെ കട്ട് ചെയ്ത് നീറ്റാക്കുന്നുണ്ട്. ഇനി നമ്മളിത് മറിച്ചിടുമ്പോൾ ആ സിബിൻ തുറന്നിട്ട് മറിച്ചെടുക്കുക. എന്നിട്ടൊരു സിസറെല്ലാം വെച്ചിട്ട് ആ ഒരു കോർണേഴ്സൊക്കെ ഷാർപ്പാക്കിയിട്ട് എടുക്കുക. ഇതുപോലെ കോർണേഴ്സ് എല്ലാം ഷാർപ്പാക്കി നീറ്റാക്കി എടുത്തതിന് ശേഷം ഇനി നമ്മൾ ഈ ഒരു ഇതിൽ അതിന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഫുള്ളായിട്ട് ആ ഒരു 4 സൈഡും സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സിബ് തുറന്ന് വെക്കണം, സിബ് അടച്ചു വെക്കാൻ പാടില്ല. ഇതുപോലെ 4 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സിബ് എന്തിനാ തുറന്ന് വെച്ചെന്ന് വെച്ചാൽ നമുക്ക് അല്ലെങ്കിൽ ഇത് തുറക്കാൻ കഴിയില്ല. കാരണം ഇത് അടച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ പിന്നെ നമുക്ക് ഈ ഒരു സിബിൻ്റെ അതിലോട്ട് വേണം ഇത് മറിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എവിടെയും ഓപ്പൺ ആയിട്ടുള്ള ക്ലോത്തൊന്നും ഇല്ലാണ്ട് നമ്മൾ ക്ലോത്തിൻ്റെ എൻഡൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ലൊരു പ്രൊഫഷണൽ സ്റ്റിച്ചിലുള്ള കുഷൻ തന്നെ കിട്ടും. അപ്പോൾ ഈ സിബ് ഓപ്പണിങ് ആയതുകൊണ്ട് അങ്ങനെ നമുക്കിത് വേണ്ടിക്ക് എടുത്ത് വാഷ് ചെയ്തിട്ട് തിരിച്ച് ആ ഒരു കുഷനിലേക്ക് ഇട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ആ കുഷൻ എടുത്തിട്ട് വരിക, അതെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് സിപ്പ് അടച്ചു കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കുഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈസി പണിയാണ്. ഞാൻ ഈ ക്ലോത്തിലുള്ളൊരു 6-7 കുഷന് ഒറ്റ ഒരു ദിവസത്തിൻ്റെ പകുതി തന്നെ എടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനലായിട്ടുള്ളൊരു ലുക്ക് വരുന്നത്. നല്ല അടിപൊളി പ്രൊഫഷണൽ ഫിനിഷ് തന്നെ വരുന്നുണ്ട്. നമുക്ക് നല്ല വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും ഇത് അയച്ച് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ടും നല്ല ക്വാളിറ്റിയിലും നമുക്ക് ഇതുപോലെ കുറേ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണ് ബൾക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.